കർമ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഏതെങ്കിലും ഒരു ദിവസം അത് കറങ്ങി തിരിഞ്ഞ് അവർക്ക് അതിനുള്ളത് കിട്ടിയിരിക്കും. മോനെ പ്രകാശ, ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. എന്റെ കൺമുന്നിൽ അത് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പണം കിട്ടിയ എന്ത് അപമാനമാണേലും നീ സഹിക്കുമല്ലേടാ നാണം കെട്ടവനെ. നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. ഇത് നമ്മൾ ക്ഷമിക്കും. പക്ഷെ മക്കളിലിരിക്കുന്ന ആളങ്ങനെ ക്ഷമിക്കണം എന്നില്ല. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് മൂപ്പരാള് കയറി പിടിക്കും. നല്ലത് കിട്ടുകയും ചെയ്യും. ഒരക്ഷരം പോലും തെറ്റിയില്ല. അതങ്ങനെയാ. ചില കാര്യങ്ങൾ നമ്മൾ മറന്നാലും മുകളിലിരിക്കുന്ന ആള് മറക്കത്തില്ല. എക്സ്പീരിയൻസ് ബ്രൗ. നീ ഇത് അനുഭവിക്കണോടാ. ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതി ശവത്തി കുത്തിയത്. കുത്തും. ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ട്. എന്റെ കൺമുന്നിൽ അത് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളോടാരും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വരും, കിട്ടും. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? സോ നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് കൂടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങളത് കൊണ്ട് കളയുന്നു. അത് ക്ലീൻ ആവുന്നു. വേസ്റ്റ് വന്നെന്ന് വിചാരിച്ച് നിങ്ങളുടെ വീട് മോശമാവണം എന്നില്ലല്ലോ. നിങ്ങൾ അത് എടുത്ത് കളയുന്നില്ലേ? അപ്പൊ അത് ഓക്കെ അല്ലേ? എന്റെ ലൈഫിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട ഇതിൽ വന്നിട്ടില്ല. ബിക്കോസ് എനിക്കറിയാം എങ്ങനത്തെ ആൾക്കാരാണ് എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോയിട്ടുള്ളതെന്ന്. സോ അറിയാത്ത കാര്യങ്ങൾ ചിലക്കാണ്ട് നിൽക്കുക. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ.